സനി ഗരി സനി ദമ ഗമ ദമ ഗമ ഗരി സ താങ്കടത്ത് താത്തിരിക്കടത്ത് താങ്കടത്ത് താത്തിരിക്കടത്ത് ജിന്നു 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 തക്ക് തക്ക് ദിമ്മി ദിമ്മി തക്ക് ജിന്നു തക്ക് തക്ക് ദിമ്മി ദിമ്മി തക്ക് ജിന്നു തക്ക് തക്ക് ജിന്നു തക്ക് തക്ക് ജിന്നു തക്കിട്ട 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 തക്ക് ജിന്നു കിടക്ക് തരികിടതും കിടക്ക് തരികിടതും കിടക്ക് തരികിടതും ഗമ ഗരി സ സ സ സ സ സ നി സ ദ സ നി സ ദ സ നി സ ദ സ നി ദ മ ഗ ഗമ ഗരി സ നി ദ മ ഗമ ദ മ ഗമ ഗരി സ രി ഗ സ രി ഗ സ രി ഗ സ രി ഗ മ ദ മ ദ സ നി ദ മ നി ദ മ ഗ ദ മ ഗരി മ ഗരി സ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃകത്തിലേക്കും ഒപ്പം ദൈവദാസനായ ദാവീദിന്റെ രണ്ടാം അംഗത്തിലേക്കും സ്വാഗതം. കഥയുടെ സാരാംശവുമായി ജോസഫച്ചൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. ഇന്ന് പൈതൃകത്തിൽ നമ്മൾ കാണുന്നത് ചവിട്ടുനാടകത്തിലെ ബൈബിൾ ചവിട്ടുനാടകങ്ങളിലെ ക്ലാസിക്കായ ദൈവദാസനായ ദാവീദിൻ്റെ രണ്ടാം അംഗമാണ്. ഈ രണ്ടാം അംഗത്തിലും രണ്ട് രംഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ രംഗം നമ്മൾ കാണാൻ പോകുന്നത് അമോന്യ രാജാവിൻ്റെ ദർബാർ ഹോളാണ്. അവിടെ ചവിട്ടുനാടകത്തിൻ്റെ പതിവ് രീതി അനുസരിച്ചുകൊണ്ട് രാജാവിനെ പുകഴ്ച തെരുവ് നടക്കുന്നു. പിന്നീട് മന്ത്രി പ്രവേശിച്ചുകൊണ്ട് നാട്ടുവളർമ്മ രാജ്യത്തിൻ്റെ ക്ഷേമങ്ങൾ മന്ത്രി രാജാവിനെ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്ന സമയത്താണ് നാടകീയമായിട്ട് ഇസ്രയേൽ രാജാവ് കൊടുത്തുവിട്ട അനുശോചന സന്ദേശവുമായി അവിടുത്തെ വിശിഷ്ട ദൂതന്മാർ രംഗത്തേക്ക് കടന്നു വരണത്. ഈ വിശിഷ്ട ദൂതന്മാർ കടന്നു വരുമ്പോൾ രാജാവ് അവിടേക്ക് നിന്ന് ദാവീദ് രാജാവിൻ്റെ സന്ദേശം കൈപ്പറ്റും. കൈപ്പറ്റുന്നത് സന്ദേശത്തിലുള്ളത് ഇവിടുത്തെ അമോന്യ രാജാവിൻ്റെ സീനിയർ രാജാവ് മരിച്ചു പോയതിലുള്ള ദാവീദ് രാജാവിൻ്റെ ദുഃഖമാണ്. അത് അങ്ങനെയുള്ള ഈ ഒരു ആത്മബന്ധം ഈ അമോന്യ രാജാവിനോട് ഇസ്രായേൽ രാജാവ് കാണിച്ചതിൽ ഇവിടെ ഹന്നാൻ രാജാവിന് ഒരു പ്രസാദം ഉണ്ടാവും. ഈ മനഃപ്രസാദത്തിന് സമയത്ത് അതിൽ കൊണ്ടുവന്ന് മന്ത്രി വിഷമൊഴിക്കും. മന്ത്രി പറയും, ഇങ്ങനെയുള്ള കടിതങ്ങൾ, നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യങ്ങളുടെ കടിതങ്ങൾ നമ്മൾ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം സ്വീകരിക്കാൻ. എനിക്ക് ഈ ആൾക്കാരെക്കുറിച്ച് സംശയമുണ്ടെന്ന് മന്ത്രി പറയും. അപ്പോഴാണ് രാജാവ് റീത്തിങ്ക് ചെയ്യാൻ പോണത്. രാജാവ് പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുക. അങ്ങനെ മന്ത്രി ഇവരെ കൊണ്ടുപോയി ഈ ഇസ്രയേലിൽ നിന്ന് വന്ന വിശിഷ്ട ദൂതുമായി വന്ന ആൾക്കാരെ കൊണ്ടുപോയി അവരെ താമസിപ്പിക്കും. രാജകൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ തന്നെ മറുപുറേ രാജാവിൻ്റെ അടുത്ത് വന്ന് പറയും, നമ്മൾ പറഞ്ഞ പോലെ ചതിക്കപ്പെടാൻ പോവുകയാണ്. ഇവിടുത്തെ ദൂതനുസരിച്ച് എടുക്കാൻ, ഇവിടുത്തെ ചുറ്റോട്ടങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ് ഇവർ വിട്ടിരിക്കുന്നത്. ഇത് അവസാനം യുദ്ധത്തിലെ കലാശിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് നമ്മളോട് കാണിക്കുന്ന അപമാനമാണ്. ഇവന്മാരൊരു പാഠം പഠിപ്പിച്ച് വിടാമെന്ന് മന്ത്രി പറയുമ്പോൾ രാജാവ് സമ്മതിക്കും. രാജാവ് എന്നാൽ നിങ്ങളുടെ പോലെ നിങ്ങളുടെ രീതി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. മന്ത്രി ഉടനെ സേനാനായകനെ വിളിച്ചിട്ട് ഈ വിശിഷ്ട അതിഥികളുടെ മീശ കണ്ടിച്ച് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപമാനപ്പെടുത്തി വിടുകയാണ്. മീശ കണ്ടിക്കുകയും ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ സീൻ ആകെപ്പാടെ അങ്ങ് മാറുകയാണ്. ബൈബിളില്ലാത്ത ഭാഗമാണ്, പക്ഷെ നാടകത്തിന് വേണ്ടി ഇത് ചേർത്തിരിക്കുകയാണ്. ഇത് അതിഗംഭീരമായിട്ടുണ്ട്. പക്ഷേ അതോടുകൂടി ഇവരിവിടുന്ന് പലായനം ചെയ്യും, ജീവനും കൊണ്ടൊരു ഓടും. അതോടുകൂടി ഒന്നാം രംഗം അവസാനിക്കും. രണ്ടാം രംഗത്ത് നമ്മൾ കാണുന്നത് ദാവീദ് രാജാവിൻ്റെ രാജകൊട്ടാരവും അതിൻ്റെ സന്ദർശന മുറിയുമാണ്. ഈ സന്ദർശന മുറിയിൽ രാജാവ് ആരൂഢനായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ആ അമോന്യ രാജധാനിയിൽ നിന്ന് അപമാനമേറ്റവർ, മീശമുറിക്കപ്പെട്ടവർ, പ്രഹരമേറ്റ തന്നെ വിശിഷ്ട ദൂതന്മാർ കണ്ണീരോടും വിലാപത്തോടും വന്ന് രാജാവിനോട് സങ്കടമെല്ലാം പറയും. രാജാവ് ഇത് കേട്ടുകൂടി ഞെട്ടിപ്പോവും. കാര്യം വെളുക്കാൻ തേക്കുന്ന പാണ്ടാണുള്ള അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹം നിലച്ചറിയാ സമയത്തുണ്ടാകുന്ന ഇരുട്ടത്തടി പോലെയാവും ഇത്. അദ്ദേഹം ചാടി എഴുന്നേറ്റ് മന്ത്രിനെ വരാൻ പറയും. മന്ത്രി വരും. മന്ത്രി വരണത് യോവാബാണ്. യോവാബ് എന്നിട്ട് പറയും, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളെ അവൻ അപമാനിച്ചിരിക്കുകയാണ്, നമ്മുടെ രാജ്യം തന്നെ ഇത് ഭീഷണിയാണ്, ഇനി നമ്മളിങ്ങനെ ഈ രാജ്യമായിട്ട് നിലനിൽക്കുന്നത് അർത്ഥമില്ല, ഇതിന് മറുപടി ഉണ്ടാക്കണമെന്ന് ദാവീദ് ഫ്യൂരിയസ് ആയിട്ട് അങ്ങോട്ട് വളരെ ഗൗരവതരമായിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കും. കാര്യം രാജാവിൻ്റെ ഔദ്യോഗിക പ്രതിനിധികളല്ലേ ഇത്രയും അപമാനിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ അപമാനിച്ചത് തുല്യമല്ലേ. അങ്ങനെ ഉടനെ സേനാനായകൻ രാജാവുമായിട്ട് പ്ലാൻ ചെയ്തിട്ട്
അമ്മോന്യർക്കെതിരെ യുദ്ധത്തിനുള്ള തീരുമാനമെടുക്കുകയാണ്. ഈ തീരുമാനം എടുക്കുന്നതോടുകൂടിയാണ് ഈ രംഗം സമാപിക്കുന്നത്. மன்னவரில் மன்னனாய மகிழ்பாதியே தினமுடன் நீயும் என்னை பார்ப்பதற்கு உலவகை எல்லாம் வென்று அறிந்திடுவா மகிழ்பதியே வாய் துறந்தோதிடுவாய் மந்திரி நான் பாதமலரு போற்றி செய்வே வாக்கை அறிவாதற்க பீடம் ஆசையு தோடி வந்தாய் அன்பு சேரும் மந்திரி வீரா நானும் இன்பமாய் சொல்ல கேள அம்மோன்யாம்னா கெரில் வாழ நேசர் எல்லோர்க்கும் சமமானோ அமதுடைய நாட்டோர் யாவோ ஒரு கோட்டாமில் ராதே வாழ்வே விளைவா அதுண்டே ஆயாதினாலே வாழ்வு உண்டே அண்ணா வணக்கம். உங்களுக்கு ஒரு கடிதம் தாவீது மன்னன் அனுப்பிவிட்டேன். நேசர்களே, 2 நாள் தங்கிய பின்பு உங்களுக்கு போரா ஏவா இங்கு வந்த அகதிகளுக்கு நலமான ஆச்சாரங்கள் செய்து கொடுக்குங்கள். தாவீது என்று நான் கேட்டதில்லை. நாம் கேட்டதில்லை. என் அப்பாவுக்கு ரொம்ப வணங்கியவர்தான். அதுக்காக எனக்கு துக்கம் தெரிவித்திருக்கிறார். மந்திரி, இதோ பார். மன்னா, எனக்கொன்றும் தோல்மை இல்லை. என்னவென்றால் நாங்களுக்கு ஒரு பந்தவும் இல்லை. அப்புறம் கத்துவரவை கொஞ்சம் கவனிக்கத்தான் வேண்டும். மன்னா, உங்கள் மனம் எப்படி? என்னிடம் சொல்ல வேண்டும். நான் என்றும் நினைப்பதில்லை. மன்னா,
உங்கள் சொல்வது எனக்கொன்றும் புரிவதில்லை மன்னா. என்னவென்றால் நீங்கள் சொல், அப்புறம் முடிவு செய்யலாம். மன்னா, இங்கு வந்த நீசர்களை மீசையை கத்திரிக்க வேண்டும் மன்னா, கத்திரிக்க வேண்டும். மந்திரி, மன்னா, அந்த நீசர்களை தீக்கமாய் கூட்டு வாருங்கள். அப்படியாடும். நடக்கட்டும் மந்திரி. ஏய், நீசர்களை உங்கள் சென்று உங்கள் மந்திரம் சொல், நாங்கள் அழைத்து துரத்தி விட்டது. അമ്പരാനെ ഞങ്ങളെ കാത്തിടുവാ. ജഗപാതിയേ,
இப்படி முடிவு செய்திடான் மனம் வந்ததோ இறை குலத்தில் தித்தவனும் சண்டாளானியும் இத்தருண்டம் அவனிடத்தில் படை கடிதம் விட்டிடாவே நடத்திடும் அந்நகர்பாட்டை இடுக்கிடுக்க யாருக்கு சோகா நீ சென்று நம்ம மந்திரியாரு அதிசீக்கிரம் கூட்டி வரீர்கள் அண்ணா என்னை எதற்காக அழைப்பித்தேன் சொன்னாலும் மந்திரியாரே அந்த அமோனிய மன்னன் திக்காரம் செய்து விட்டார் நமது நேசர்களின் மீசே காத்து விட்டிருக்கிறார் அதனால் நான் சொல்லும்படி ஒரு கடிதத்தை அந்த வஞ்சகனான ஆண்மனுக்கு இப்பொழுது எழுத வேண்டும் பார்த்தன்னில் புகழ் கீர்த்தி ஆகவே ஆமோன்ய நகரத்தை ஆண்டிருக்கோ துங்கவனாகுன்னை சிந்தையிலறிந்திடவே எழுதிடும் திருபவன் தருகுவாயே ஆதர ஓடனார் உந்தன் இடமதினில் அனுப்பிய விட்டவரை பல்லாப்பு கல்லிதி அவர்களை அடி தப்பி ஆதரவோடு நான் உந்தன் இடமதினில் அனுப்பிய விட்டவரை பல்லாப்பு சொல்லி அவர்களை அடி தப்பின் நீ செய்ய கத்திச்ச மதமணுகாமல் நானும் என் சேனரும் அந்த இடம் சேர்வதுண்டே நீயும் உன் சேனரும் எந்த நாளாகிலும் நேரதினில் பார்க்க வேண்டும் இப்படியே சாணவர் வரைக்கும் இதாவிதர்சனை கடித முதல் ஒப்பு வைத்து யாருக்கு சேவகா நீ சென்று அமுனர் சென்று ஆணுராஜனை கொடுத்து சீக்கிரம் வர வேண்டும் யாருக்கு சேவகா யோவாவை அதிசீக்கிரம் கூட்டி வருங்கள் பாற்றில் பூக்கள்
பரனார் சொன்னா திருமொழியே ஒரு நாளும் தவறிடாமல் சிட்டாயாக பார்த்துடன் பார்ப்பரிக்கும் விருதுட்டா போர்பதி தலைவா வணக்கம். மன்னன் கட்டளை அரண்மனைக்கு சேர வேண்டும். மன்னன் கட்டளையா? நீ போய்விடு, நான் இதோ வந்து விட்டேன். மன்னா, என்னை அழைப்பித்தவர்கள் என்னவென்றாலும் என்னிடம் சொல்லுங்கள். பார்த்தமலரு போற்றி வந்த போர்பதி வீரா கேளா. நொடியுடனே அழைத்த வகை சொல்லிடா கேளும் நீயோ. வஞ்சகானா வாஞ்சமன்னன் தன்னிடம் நம்மை நாடியுடன் அவனிடத்தில் போர்படை ஒன்றோ நடத்திடா வேண்டும் நீயோ. பாட்டை புரியா ஏகுதற்கு பயமொன்றும் வேண்டாம் மன்னா. வஞ்சகானா பானூன் சிதசை சிதறிடும் நானே திட்டமாய் சடுதியில் நான் சேனர் தன்னை குட்டியே வாரே மன்னா. கேகுதற்கு திட்டமானா நாள் கூறி பாயே மன்னா. யாருக்கு சேவகா?
നീ ചെണ്ട് നമുക്ക് അരുമ സെൽവനാകിയ അബ്സലാമോൻ തന്നെ അതിശീഘ്രം കൂട്ടി വരിക. പോർച്ചുഗീസ് പൗരാണികതയും ദ്രാവിഡ തനിമയുടെ ശക്തിയും ഒത്തുചേർന്ന ഈ കലാരൂപം നിങ്ങളുടെ പ്രാർത്ഥനയെയും ഭാവനയെയും സമ്പന്നമാക്കി എന്ന് കരുതുന്നു. അടുത്ത അംഗവുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നന്ദി, നമസ്കാരം.